Hello friends, welcome back to British Academy. Learn English the easy way. Today, I thought of helping you with certain new terms which have crept into the society nowadays, the recent days. The days of Corona. The time when everyone, the world is fighting Corona disease, COVID-19. So let me help you with new vocabularies which we have heard in these recent time. ആദ്യം തന്നെ COVID-19 എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്? എന്താണ് ഈ COVID-19? എന്താണ് ഈ കൊറോണ വൈറസ്? നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്താണ്? എന്താണ് ഈ ഔട്ട്ബ്രേക്ക്? എന്താണ് പാൻഡമിക്? ആ ഒരു കോണ്ടാക്ട് ട്രേസിങ്, കമ്മ്യൂണിറ്റി സ്പ്രെഡ്, സെൽഫ് ഐസൊലേഷൻ, സെൽഫ് ക്വാറന്റൈൻ, അങ്ങനെ പല പല വാക്കുകൾ ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളുടെ വായിൽ വരെ പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി ഇതിനെ കുറിച്ചൊക്കെ ഞാനൊന്ന് വൊക്കാബുലറി വൈസ് എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ കോവിഡ്-19 എന്ന് പറയുന്നത് ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. അത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ്. വിച്ച് ക്യാൻ ബി മൈൽഡ് ഓർ സിവിയർ വിച്ച് വി ഹാവ് സീൻ. അത് ചെറിയൊരു പനിയായിട്ട് വരാം. ഇറ്റ് ക്യാൻ റിസൾട്ട് ഈവൻ ടു ഡെത്ത്. അക്രോണിമാണ് കോവിഡ് അല്ലെങ്കിൽ COVID-19. കൊറോണ വൈറസ് ഡിസീസ്. കൊറോണയുടെ കോയും വൈറസിന്റെ VIയും ഡിസീസിന്റെ Dയും, അതാണ് കോവിഡ്-19 എന്ന് വെക്കാനുള്ള കാരണം എന്താ? ബിക്കോസ് ഫസ്റ്റ് അത് കണ്ടത് ഡിസംബർ 2019 ഡിസംബർ ആണ്, വുഹാൻ ചൈനയിലാണ്. ആൻഡ് റെസ്റ്റ് ഈസ് വി നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ അതാണ് COVID-19. നെക്സ്റ്റ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കേട്ടു വരുന്ന ഒരു സംഭവമാണ്. ഒരുമാതിരി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്താണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്? ആക്ച്വലി എല്ലാവരും പറയുന്നുണ്ട് വി മസ്റ്റ് മെയിൻറ്റെയിൻ എ സോഷ്യൽ ഡിസ്റ്റൻസ്. അപ്പൊ എന്താണ് ഈ സോഷ്യൽ ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് അവോയ്ഡൻസ് ഓഫ് ക്ലോസ് കോണ്ടാക്ട്. എന്തിനാണ് ഈ ക്ലോസ് കോണ്ടാക്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? കാരണം ഒന്ന്, എക്സ്പോഷർ മിനിമൈസ് ചെയ്യാൻ. കാരണം എക്സ്പോഷർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ സ്പ്രെഡ് ക്യാൻ ഹാപ്പൻ ഫ്രം എനിവർ. എനിക്ക് കൊറോണ വൈറസ് ആണ് അല്ലെങ്കിൽ എനിക്ക് COVID-19 ആണ് എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് ആയിരങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ദാറ്റ്സ് വൈ എല്ലാവരുടെ അടുത്തും സ്റ്റേ ഹോം, സ്റ്റേ സേഫ് എന്നൊക്കെ പറയുന്നത്. കാരണം ബിഫോർ വി കം ടു നോ ദാറ്റ് വി ഹാവ് കൊറോണ വൈറസ് ഡിസീസ്, ഇറ്റ് സ്പ്രെഡ്സ് ടു അതർ പീപ്പിൾ ഇഫ് വി മെയിൻറ്റെയിൻ ദ കോണ്ടാക്ട്. അതുകൊണ്ടാണ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാവരുടെ അടുത്തും വെക്കാൻ പറയുന്നത്. 14 day ഇൻക്യുബേഷൻ പീരീഡിന്റെ ഉള്ളിൽ നമ്മൾ ആരെ വേണമെങ്കിലും മീറ്റ് ചെയ്യാം. അവരെ മീറ്റ് ചെയ്യുന്നവർക്കൊക്കെ അവർക്ക് ആ ഒരു ഡിസീസ് ചെറുത്ത് നിൽക്കാനുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ ദാറ്റ് വുഡ് റിസൾട്ട് ടു ഹിസ് ഓർ ഹെർ ഡെത്ത് ഈവൻ. അതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ യൂസ് പറയുന്നത്. അപ്പോൾ എക്സ്പോഷർ മിനിമൈസ് ചെയ്യാനും ട്രാൻസ്മിഷൻ റെഡ്യൂസ് ചെയ്യാനും ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? സോഷ്യൽ ഡിസ്റ്റൻസിങ്. അതാണ് വാക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്, സോഷ്യൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വാക്ക് ഫോമൈറ്റ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷെ നമുക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയില്ല. ഫോമൈറ്റ് അതായത് എന്തൊരു കണ്ടാമിനേറ്റഡ് ഒബ്ജക്റ്റിനെയും നമ്മൾ ഫോമൈറ്റ് എന്ന് പറയും. FOMITE. അതായത് ഇപ്പൊ നമ്മൾ ഡോർ തുറക്കുകയാണ്, അതൊരു ഡോർ നോബ് ആവാം ഫോമൈറ്റ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുകയാണ്, ആ സ്റ്റീൽ പ്ലേറ്റ് ആവാം ഫോമൈറ്റ്. ആ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ആര് കൊട്ടിയത്? നമ്മൾ കൊർണാഗോ ആ സാധനം കൊട്ടിയത്. അപ്പൊ അതുവരെ ഒരു ഫോമൈറ്റ് ആവാം എന്നറിയാതെ ആ ഒരു തോട്ടിൽ ആ ഒരു ബ്രെയിൻ യൂസ് ചെയ്യാതെയാണ് നമ്മൾ അങ്ങനത്തെ ആക്ഷൻസ് ഒക്കെ ചെയ്തത്. അപ്പൊ അതിന് എന്താണ് ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലാണ് അറിഞ്ഞത്. ബിക്കോസ് ദ സ്റ്റീൽ പ്ലേറ്റ് ക്യാൻ ബി എ ഫോമൈറ്റ്, ഇറ്റ് ഈസ് എ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്. അതുകൊണ്ട് തന്നെ നമ്മളത് ടച്ച് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. കൊറോണ വൈറസ് നിലത്ത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ചൂടില് ജീവിക്കില്ല, അങ്ങനത്തെ പല റൂമേഴ്സ് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിനൊന്നും ചെവിക്കൊള്ളാതെ നമ്മൾ അതിന്റെ ബ്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ നല്ലത്. വി മസ്റ്റ് കീപ് അപ്ഡേറ്റഡ് അവർ ഐഡിയാസ് ആൻഡ് ജസ്റ്റ് കീപ് അപ്ഡേറ്റിംഗ് ദി ന്യൂസ്. എന്തൊക്കെയാണ് സംഭവം? അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊർണാഗോ എന്നുള്ള പാട്ട് പാടിയിട്ട് നമ്മൾ മുകളിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതാണ് ഫോമൈറ്റ്. ഇറ്റ്സ് എ കണ്ടാമിനേറ്റഡ് ഒബ്ജക്ട്.
ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ കേട്ടുപരിചയമുള്ളപ്പോൾ സംഭവമാണ്. ആദ്യം ഔട്ട്ബ്രേക്ക്, പാൻഡമിക്, എപ്പിഡമിക്. എന്താണ് ഈ ഔട്ട്ബ്രേക്ക്, എന്താണ് ഈ എപ്പിഡമിക്, എന്താണ് ഈ പാൻഡമിക്? എന്തോ പേടിപ്പെടുത്തുന്ന സാധനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ ഔട്ട്ബ്രേക്ക് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ സഡൻ റൈസ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ദ ഡിസീസ്. ഒരു അസുഖം വന്നിട്ട് അത് പെട്ടെന്ന്, നമ്മളിപ്പോ ഒരു സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, പൊട്ടിപ്പുറപ്പെടുക. ആഫ്രിക്കയിലാണല്ലോ ഇതാദ്യമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടത്, ബ്ലാക്ക് ഹ്യൂമർ. അപ്പൊ ആ ഒരു സംഭവമാണ് പൊട്ടിപ്പുറപ്പെടുന്നതിനാണ്. ഇത് ചൈനയിലാണ് ഈ പൊട്ടിപ്പുറപ്പെട്ടതെന്ന് മാത്രം. ഈ വുഹാൻ എന്നുള്ള സ്ഥലം അതിപ്പോ ക്ലീൻ ആയി, നമുക്ക് പണിയായി. അപ്പൊ പൊട്ടിപ്പുറപ്പെടുക, ആ ഒരു സഡൻ റൈസ് ഇൻ ദ ഇൻസിഡൻസ് ഓഫ് എ ഡിസീസിനാണ് നമ്മൾ ഔട്ട്ബ്രേക്ക് എന്ന് പറയാം. ഔട്ട്ബ്രേക്ക്, ഒരു ബ്ലാസ്റ്റ് എന്നുള്ള സംഭവം പോലെ പറയുന്നത്. ഇനി എന്താണ് ഈ എപ്പിഡമിക്? അതായത് ആ ഒരു ഡിസീസ് സ്പ്രെഡ് ചെയ്ത് തുടങ്ങി, ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി ടു കമ്മ്യൂണിറ്റി, നേഷൻ ടു നേഷൻ, അങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസിനെ നമ്മൾ എപ്പിഡമിക് എന്ന് പറയും. ആൻഡ് ഇഫ് ഇറ്റ് ജസ്റ്റ് വൈഡൻസ് എ വൈഡ് ജോഗ്രഫിക്കൽ ഏരിയയിൽ അത് സ്പ്രെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, we would not call it epidemic then, we would call it a pandemic. Pandemic എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് സ്പ്രെഡ് ആണ്, അത്രയും കുറെ ജോഗ്രഫിക്കൽ ഏരിയയിൽ സ്പ്രെഡ് ആയി കഴിഞ്ഞു, പണിയായി കഴിഞ്ഞു. ലാക്സ് അല്ലെങ്കിൽ ക്രോസ് ആൾക്കാർക്ക് ഇതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോഴാണ് we would term it a pandemic. PANDEMIC. We would term it pandemic. The most disastrous states were a disease just outbreaks. അപ്പോൾ പാൻഡമിക് ആൻഡ് എപ്പിഡമിക് ഔട്ട്ബ്രേക്ക് ആണ് സംഭവിക്കുന്നത്. ഔട്ട്ബ്രേക്ക് ഓഫ് ആൻ എപ്പിഡമിക്, ഔട്ട്ബ്രേക്ക് ഓഫ് എ പാൻഡമിക്, അങ്ങനെയാണ് ആ യൂസേജസ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഔട്ട്ബ്രേക്ക് ക്യാൻ ബി ആൻ എപ്പിഡമിക്, ആൻഡ് ഇഫ് ദ എപ്പിഡമിക് ഡസൻറ്റ് ജസ്റ്റ് സ്റ്റോപ്പ് സ്പ്രെഡിങ്, വി വുഡ് ടേം ഇറ്റ് എ പാൻഡമിക്. അതാണ് ആ 3 വേർഡ്സ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ്. ഇനി അടുത്തെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സ്പ്രെഡ്. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, കേരളത്തിൽ ഭാഗ്യത്തിന് ഇതുവരെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് വന്നിട്ടില്ല, ബാക്കി എല്ലാവർക്കും ഭയങ്കര കമ്മ്യൂണിറ്റി സ്പ്രെഡ് ആണ്. കമ്മ്യൂണിറ്റി സ്പ്രെഡ് സേവ് ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലിരുന്നേ പറ്റുള്ളൂ, അങ്ങനത്തെ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതാണ്. എന്താണ് എക്സാക്ട്ലി കമ്മ്യൂണിറ്റി സ്പ്രെഡ്? സ്പ്രെഡ് ഓഫ് എ കണ്ടേജിയസ് ഡിസീസ് വിത്തിൻ എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാലാണ് അതിനെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എന്ന് പറയാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, അല്ലെങ്കിൽ ലൈക്ക് ആ ഒരാളിൽ നിന്ന് വീണ്ടും അടുത്ത ആളിലേക്ക്, ഒരാളിൽ നിന്ന് പല ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് 1 to 1, നാദർ ടു നാദർ, അങ്ങനെയല്ല. ഒരാളിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും കിട്ടാം. അതാണ് അതിന്റെ ആ ഒരു ഡിസീസ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് കാണിക്കണേ. മൾട്ടിപ്പിൾസ് ആണ് വരിക, അല്ലാതെ ജസ്റ്റ് ആഡിങ് ഫാക്ടേഴ്സ് അല്ല. അപ്പൊ അതാണ് പറയുന്നത്, ലൈക്ക് വി ഷുഡ് ജസ്റ്റ് ബി സേഫ്. ഓൺ ദ സേഫ് സൈഡ് വി ഷുഡ് ബി ഇൻസൈഡ് ദ ഹോം. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. 14 ദിവസം അല്ലെങ്കിൽ 20 ദിവസത്തോളം നമ്മുടെ കേരളത്തിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ വി ആർ സേഫ്, അല്ലെങ്കിൽ വി ആർ ഓൺ ദ സേഫ് സൈഡ്, വി ആർ ഓൺ ദ സേഫ് ഷോർ എന്നൊക്കെ പറയാറാവുള്ളൂ. ലൈക്ക് ഇന്നൊരു ദിവസം തൃശ്ശൂരില്ല, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം കണ്ണൂരില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണൂർക്കാരോ തൃശ്ശൂർക്കാരോ ഫുള്ളി അഹങ്കരിക്കുക, അല്ലെങ്കിൽ ലൈക്ക് വി ആർ സേഫ് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത് വളരെ ഒരു മണ്ടത്തരമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ വാട്ട് വി മസ്റ്റ് ഡു ഇസ് വി മസ്റ്റ് ജസ്റ്റ് ബി ക്വാറന്റൈൻഡ്, ഐസൊലേറ്റഡ്. അതാണ് അടുത്ത വാക്കുകൾ. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, നമ്മൾ ആ കമ്മ്യൂണിറ്റി സ്പ്രെഡ് നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളം ഏറ്റവും ബെസ്റ്റ് എന്ന്, ലൈക്ക് ഹെൽത്തിൽ ബെസ്റ്റ് എന്ന് പറയാനുള്ള കാരണം വി ഹാഡ് എ പ്രോപ്പർ കോണ്ടാക്ട് ട്രേസിങ്. ആർക്കൊക്കെ അസുഖം വന്നു, എങ്ങനെ ആ ഒരു പ്രാക്ടീസ് ഓഫ് ഐഡന്റിഫൈങ് ആൻഡ് മോണിറ്ററിങ് ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ഫാമിലിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആർക്കൊക്കെ ഡിസീസ് വരാൻ സാധ്യതയുണ്ട്, ആർക്കൊക്കെ ഡിസീസ് വന്നു, അവരുടെ ഫാമിലിക്ക് ഇനി വരാൻ സാധ്യതയുള്ളവർ, അവരെയൊക്കെ ഐഡന്റിഫൈ ചെയ്ത് മോണിറ്റർ ചെയ്ത് ഡെയിലി അവർക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ് ാണ് കോണ്ടാക്ട് ട്രേസിങ്. നമ്മൾ റൂട്ട് മാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഈ കോണ്ടാക്ട് ട്രേസിങ്. അപ്പൊ ഈ കോണ്ടാക്ട് ട്രേസിങ്ങിലുള്ള ആൾക്കാരെ, ട്രേസ് ചെയ്യുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്യുക, ക്വാറന്റൈനിൽ ഇടുക. ദേ വുഡ് ബി സെൽഫ് ക്വാറന്റൈൻഡ്. അതായത് ആ അവരുടെ ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഇഫ്
they are students, അവർ ആ ഹോസ്റ്റലിൽ പെട്ടുപോകും. അല്ലെങ്കിൽ if they are like a family well and good, they would be like in the ഫാമിലിയുടെ ഉള്ളിൽ തന്നെ അവര് ആവും. ആൻഡ് ആ ഒരു സെൽഫ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ് വൺ സെൽഫ് ആൻഡ് സേവിങ് ദ ഹോൾ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോ പലതിലും കണ്ടിട്ടുണ്ട്, നമ്മൾ തമാശക്ക് പറയുന്നതല്ല ഒരിക്കലും, വെറുതെ ഇരുന്നുകൊണ്ട് ലോകം രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. വെറുതെ ഇരിക്കുക, ലോകം രക്ഷിക്കുക, അത് വെറുതെ തമാശക്ക് പറയുന്നതല്ല, അത് കംപ്ലീറ്റ് ഫാക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് ജസ്റ്റ് സെൽഫ് ക്വാറന്റൈൻഡ് ആയിട്ട് സെൽഫ് ഐസൊലേറ്റഡ് ആയിട്ട് മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വി കുഡ് സേവ് ദ എൻവയോൺമെന്റ്, വി കുഡ് സേവ് ദ പ്ലാനറ്റ് ആൻഡ് വി കുഡ് സേവ് ദ ഫാമിലി. നമ്മുടെ ഫാമിലിനെ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം കളിക്കാൻ പോയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം പാർക്കിൽ പോയില്ല, അല്ലെങ്കിൽ ഒരു ദിവസം സിനിമയ്ക്ക് പോയില്ല, അല്ലെങ്കിൽ വീടിന്റെ പുറത്ത് കാറ്റ് കൊള്ളാൻ പോയില്ല, നടക്കാൻ പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീടിന്റെ അകത്ത് ചടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, there are people who are self isolated. ഐസൊലേഷൻ വാർഡിൽ കഴിയുന്നവർ അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഐസൊലേഷൻ വാർഡിലുള്ളവരാരാ? ഈ COVID-19 പോസിറ്റീവ് സ്ഥിരീകരിച്ചവരാണ്, കോവിഡ് പോസിറ്റീവ് രോഗമുള്ളവർ. അപ്പൊ സെൽഫ് ഐസൊലേറ്റഡ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്നുള്ള വാക്ക് അവിടെയാണ് പ്രാധാന്യം. സെൽഫ് ക്വാറന്റൈൻ ഈസ് ബെറ്റർ ദാൻ സെൽഫ് ഐസൊലേഷൻ. അതന്നെയാണ് അതിന്റെ ബെസ്റ്റ് ഡിഫറൻസ്. സെൽഫ് ക്വാറന്റൈൻ വീട്ടില് അധികം ആൾക്കാരായിട്ട് സമ്പർക്കം പുലർത്താതെ ഇരിക്കുന്നതിനാണ്. സെൽഫ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will be isolated from the community. ഒരു റൂമിൽ ഒരാളായിരിക്കും and they won't have any contacts other than the nurse or the doctor. അവർ ഫുള്ളി മാസ്ക്ഡ് ആയിരിക്കും. അവർ വന്നിട്ട് മരുന്ന് തരാൻ അല്ലെങ്കിൽ ഭക്ഷണം തരാൻ വരുന്ന ആൾക്കാരാ, അവരുടെ അടുത്ത് അധികം സംസാരിക്കാൻ പറ്റുമോ? they will be self isolated. so സെൽഫ് ക്വാറന്റൈൻ ആണോ സെൽഫ് ഐസൊലേഷൻ ആണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. ഇനി അടുത്തത് കണ്ടേജിയസ് ഡിസീസ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. രണ്ട് തമ്മിൽ നമ്മൾ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ they have a difference. കണ്ടേജിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ പകരുന്ന അസുഖങ്ങളെയാണ് കണ്ടേജിയസ്. വൈറസ് ബാക്ടീരിയ കണ്ടേജിയസ് ആണ്, ഇൻഫെക്ഷ്യസ് ആണ്. ആ കൂടിയുള്ള സിമ്പിൾ ഡിഫറൻസ് പറഞ്ഞുതരാം, എന്താണ് കണ്ടേജിയസ്, എന്താണ് ഇൻഫെക്ഷ്യസ് എന്ന്. ഒരാള് ഫുഡിൽ പോയിസൺ കലർത്തി, ആ ഫുഡ് പോയിസൺ കഴിച്ചിട്ട് ഒരാൾക്ക് ഇൻഫെക്ഷൻ വരാം, ബട്ട് that is infectious but not contagious. Individual to individual spread ആവില്ല. പക്ഷെ കൊറോണ വൈറസ് ഡിസീസ് it is infectious at the same time contagious. ഇൻഫെക്ഷൻ വരാം കൊറോണ വൈറസ് കൊണ്ട്, പക്ഷെ ഒരാൾക്ക് മാത്രമല്ല, it can be contagious. എന്നിൽ നിന്ന് വേറൊരാൾക്ക് വരാം, എന്നിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും വരാം. that is why corona virus disease is called as contagious disease as well as an infectious disease. last one, curfew. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലിരിക്കാൻ, അതൊരു കർഫ്യൂ ആണ്. യു മസ്റ്റ് സ്റ്റേ അറ്റ് ഹോം ഫ്രം ദിസ് ടൈം ടു ദിസ് ടൈം. അങ്ങനെ ഒരു നിബന്ധന വെക്കുകയാണ്, അതിനാണ് നമ്മൾ കർഫ്യൂ എന്ന് പറയാം. ഇന്ന് നമ്മൾ ആ നിബന്ധന എടുക്കാൻ വിഷമിക്കും, പക്ഷെ ഇന്ന് നമ്മൾ നിബന്ധന എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ there would be planet, there would be people and there would be a better tomorrow. ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർപ് ഡിയം, സീസ് ദ ഡേ. ഇന്ന് നമ്മൾ ആ ഡേ സീസി എന്ന് കഴിഞ്ഞാൽ മോസ്റ്റ് ഹാപ്പിനെസ്, മോസ്റ്റ് ഹാപ്പി മൂമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സീസി എന്ന് കഴിഞ്ഞാൽ there won't be a tomorrow. We are in it together. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ we can save the world, we can save the community. It is never late. അതുകൊണ്ട് please don't be stupid. ആ ഒരു stupidity മറന്നുകൊണ്ട് let us just be together in this pandemic. Thank you.